വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാറിൽ ഇരുന്നിട്ടാണ് ഒരു ഇൻട്രോ എടുക്കുന്നത്. കാറിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ കാറിൽ ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് കാണാറുണ്ട്, കാറിൽ മാത്രം ഇരുന്ന് വീഡിയോ എടുക്കുന്ന ആൾക്കാരുടെ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കാറിൽ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് അതല്ല. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് എൻ്റെ പിറന്നാളാണ്, അതായത് എൻ്റെ സ്റ്റാർ ബർത്ത്ഡേ ആണ് ഇന്ന്. ഡേറ്റ് ഓഫ് ബർത്ത് January 24 ഓൾറെഡി കഴിഞ്ഞു. അത് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അത് ആഘോഷിച്ചു. കോഴിക്കോടായിരുന്നു, വിച്ചുവിൻ്റെ ഫാമിലിയുടെ കൂടെയായിരുന്നു. ഇന്നുള്ളത് ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. വിച്ചു ഉണ്ട്, ചേച്ചിയുണ്ട്. നമ്മളിപ്പോൾ വീട്ടിലല്ല, കാറിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു, വീട്ടിലല്ല. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് കേട്ടോ. നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, സെലിബ്രേഷനൊന്നും ഇല്ല, ചെറുതായിട്ടൊന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരു മൂവി കാണാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ശോഭയിൽ പോയിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി വന്നതാണ്. അതിന് മുൻപായിട്ട് ചേച്ചിക്കും എനിക്കും വിച്ചുവിനൊക്കെ ആയിട്ട് നമ്മൾ ഒരു ക്ലിനിക്കിലേക്ക് വന്നേക്കാണ് കേട്ടോ, സ്കിന്നും ഹെയറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ക്ലിനിക്ക് ഈഷ് ക്ലിനിക്കാണ് നമ്മുടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് അടുത്തുള്ള ക്ലിനിക്കാണ്. നമ്മുടെ നീതു ഡോക്ടറുടെ ക്ലിനിക്കാണ്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് നീതു ചേച്ചിനെ അറിയുന്നുണ്ടാവും. നീതു ചേച്ചി വർക്ക് ചെയ്യുന്ന ക്ലിനിക്കാണ് കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നതാണ്. അപ്പം അങ്ങനെ അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ്, അതിൻ്റെ ഒരു വ്ളോഗായിരിക്കും ഇന്ന് ഉണ്ടാവുക കേട്ടോ. ഞാൻ വേറെ ഇതേക്കുന്നത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും മേടിച്ച് തന്ന ബർത്ത്ഡേ ഡ്രസ്സാണ്. ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന കോഡ് സെറ്റാണ്. ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതിൻ്റെ നെക്കാണ്. എനിക്ക് ഇങ്ങനത്തെ ഹൈ നെക്ക് ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരവിടെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിന് കയറാൻ നിൽക്കുകയാണ്. എനിക്ക് കുറച്ച് ടൈം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കും ഇൻട്രോ എടുക്കാം. ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻട്രോ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല, പക്ഷേ കുറച്ച് ക്ലിപ്പ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാന് ഒരു മൂവി കാണുക, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. സാധാരണ എൻ്റെ പിറന്നാളിൻ്റെ അന്ന് അമ്പലത്തിൽ പോയി തൊഴുക, സദ്യ ഉണ്ടാക്കുക, പായസം കുടിക്കുക, അതൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിച്ചു. കാരണം ഇന്നലെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ പൂരായിരുന്നു. അപ്പോൾ സദ്യ ഉണ്ടായിരുന്നു. വിച്ചുവിൻ്റെ ഫാമിലി, മനുവിൻ്റെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സദ്യ കഴിച്ചും എടുത്തു. അപ്പോൾ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്പലത്തിലൊക്കെ പോയി തൊഴുതു കേട്ടോ. ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കാറിലാണ് വന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഒരു 8:45 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. അപ്പോൾ അമ്മയും അച്ഛനും ഞങ്ങളുടെ ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമിന് എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ബാക്കി വീഡിയോസിൽ കാണാം. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ പിറന്നാളിന് ഞാൻ ഒരു സെൽഫ് കെയർ ഒക്കെ ആയിട്ട് ഇറങ്ങിയേക്കുന്നത്. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സദ്യ കഴിക്കുക, പായസം കുടിക്കുക, വീട്ടിലിരിക്കുക, കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ. ഇന്നിപ്പോൾ എൻ്റെ സെൽഫ് കെയർ ഒക്കെ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂരുള്ള ഈഷിലാണ്. ഇവിടെ ഞാൻ മുൻപ് ഒരു 2-3 വട്ടം വന്നിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, ട്രസ്റ്റ് ചെയ്തിട്ട് വരാൻ പറ്റുന്നൊരു പ്ലേസാണ് ഈഷ് ആയുർവേദ ക്ലിനിക്ക്. കാരണം ഇവിടുത്തെ സർവീസ് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വർക്ക് ചെയ്യുന്ന ഒരു ക്ലിനിക്കും കൂടിയാണ് നീതു ചേച്ചി. ഇവിടുത്തെ ഡോക്ടറാണ് കേട്ടോ. ഞാൻ ഇന്ന് 2 ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ ഇവിടെ എടുത്തത്. ഒന്ന് അണ്ടർആംസിൻ്റെ പിഗ്മെൻറ്റേഷനുള്ള ട്രീറ്റ്മെൻറ്റും ഒന്ന് ഫേസിനുള്ള ഒരു സർവീസ് ആയിരുന്നു കേട്ടോ. ഫേസിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അടിപൊളി ഗ്ലോ ആണ് കേട്ടോ ഫേസിനുണ്ടായത്. എന്നോട് ആരെങ്കിലും സ്കിന്നിന് അല്ലെങ്കിൽ ഹെയറിന് എന്തെങ്കിലും സർവീസ് ചെയ്യാൻ ഏതാ നല്ല ക്ലിനിക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും ഈഷ് തന്നെയായിരിക്കും സജസ്റ്റ് ചെയ്യുക കേട്ടോ. കാരണം നല്ല സർവീസാണ്, നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അങ്ങനെ ഇതുമോൾഡ് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഞങ്ങൾ എല്ലാവരുടെയും സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈഷിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ശോഭയിൽ പോവുകയാണ്. അവിടെ നിന്നായിരിക്കും നമ്മുടെ ലഞ്ച്. അച്ഛനും അമ്മയും ഏകദേശം അവിടെ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. യെസ്, അപ്പോൾ എൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഫേസിൽ വാട്ടർ തെറാപ്പിയോ അങ്ങനെ എന്തോ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അണ്ടർആംസിൻ്റെ പിഗ്മെൻറ്റേഷനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം ഫേസിലൊന്നും ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കല്യാണത്തിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് സൺ ടാനും കാര്യങ്ങളൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുൾ ടയേർഡായിട്ടുണ്ടായിരുന്നു ഫേസൊക്കെ. അപ്പോൾ ഫേസിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വാട്ടർ തെറാപ്പി ചെയ്തു. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫേസ് നല്ല രീതിക്ക് ഗ്ലോയി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റ് ആയി പോലെ ഫേസ്. യെസ്, അപ്പോൾ ചേച്ചിയുടെ എല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ വിച്ചുവിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരിവിടെ ഡ്രൈവിങ്ങിലും ബാക്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. നമ്മളോട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിനി കാറിൽ നിന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവില്ല. ഡയറക്റ്റ് നമ്മൾ ശോഭ സിറ്റിയുടെ താഴത്തേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ മാസ്ക് വെച്ചില്ല വിച്ചു, പക്ഷേ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ നമുക്കിനി ബാക്കി ശോഭയിലെത്തി കാണാം.
ക്ലിനിക്കിൽ നിന്ന് വെറും ഒരു 5 മിനിറ്റ് ദൂരം കേട്ടോ ഷോപ്പിലേക്ക്. പക്ഷെ നല്ല ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാറിലിരിക്കുമ്പോൾ സ്പെക്സ് വെക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫേസിൽ തട്ടുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ കണ്ണിങ്ങനെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാവാറുണ്ട് കേട്ടോ എപ്പോഴും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു എൻ്റെ സ്ഥിരം കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഞാനല്ല ഡ്രൈവിംഗ് സീറ്റിൽ, എന്നാൽ കൂടി ഞാൻ ചുമ്മാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ എടുത്ത് വരുമ്പോഴേക്കും നമ്മൾ ശോഭ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അച്ഛനും അമ്മയും വന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് മേലേക്ക് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഫുഡ് കോർട്ടിലേക്ക് നമ്മളിനി ഫുഡ് കഴിച്ചിട്ടാണ് മൂവി കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അങ്ങനെ ഇവിടുത്തെ മെനു കാർഡൊക്കെ ഞാൻ മറച്ചും തിരിച്ചൊക്കെ നോക്കുകയാണ് കേട്ടോ. ആദ്യം ഇവിടുത്തെ മെനു കാർഡ് ഒരു ടാബിലൊക്കെയാണ് കൊണ്ടുവന്ന് തന്നിരുന്നത്. നമ്മളിന്ന് ടാബിൽ സെർച്ച് ചെയ്ത് ഓർഡർ ചെയ്യുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ മെനു കാർഡൊക്കെ ആയി. അപ്പോൾ ഞാൻ മെനു കാർഡൊക്കെ നോക്കി. നമ്മൾ ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ സ്റ്റാർട്ടറായിട്ട് ഫ്രഞ്ച് ഫ്രൈസ്, ലോലിപോപ്പ്, പിന്നെ നമ്മൾ ജ്യൂസ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ എന്തോ ഒരു കറിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ചധികം നേരം സംസാരിച്ചിട്ടോ. കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ആ കൂടിയുള്ള ഒരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റ്സ് ആണ്. അതിനുള്ളിൽ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങണം. കാരണം അതിനുള്ളിൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൂവി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സും ചേച്ചിയുടെ ഡ്രസ്സും ഏകദേശം ഒരു സിമിലറാണ്. കാരണം ആളിട്ടേക്കുന്നത് ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റുള്ള എന്തോ സംഭവം ഒരു ഫ്രോക്കാണ്. അതെൻ്റെ ഫ്രോക്കാണ് കേട്ടോ. ഞാൻ സേതുരേറ്റിൻ്റെ ഫ്രോക്കാണ്. ഞാൻ പിന്നെ എൻ്റെ അച്ഛനമ്മയുടെയും ഗിഫ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ചേച്ചിയുടെയും വിച്ചുവിൻ്റെയും നടുക്കിലാണ് ഇരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറിയിരുന്നു. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഒട്ടും ലൈറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ നല്ല സമാധാനമായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ കേട്ടോ ബാക്കിൽ. അപ്പോൾ നന്നായിട്ട് അത് ചാരി ഇരുന്ന് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാം. പിന്നെ നല്ല രീതിക്ക് എനിക്ക് വീഡിയോ എടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടറായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം വന്നു. ഇത് ഓർഡർ ചെയ്തത് ചേച്ചിയാണ് കേട്ടോ. ചേച്ചിക്ക് ഫ്രഞ്ച് ഫ്രൈസ് അത്രയും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമല്ല. എന്നാലും ഞാൻ 1-2 പീസൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ലോലിപോപ്പാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഞാനൊരു ബിരിയാണി ലവറായ കാരണം എവിടെ പോയാലും ഞാൻ ബിരിയാണിയാണ് ട്രൈ ചെയ്യാറുള്ളത്. സോ എനിക്ക് ഒരുവിധം നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരുവിധം എല്ലാ ബിരിയാണി കിട്ടുന്ന എല്ലാ റെസ്റ്റോറൻറ്റും എനിക്കറിയാം. അവിടുത്തെ ടേസ്റ്റും എനിക്കറിയാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഒരു എഗ്ഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളിനി മൂവി കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തിയേറ്ററിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. സെയിം ഫ്ലോറിലായ കാരണം പിന്നെ കുഴപ്പമില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി. പിന്നെ നമ്മൾ ഫുഡൊന്നും മേടിച്ചില്ല കേട്ടോ. അതായത് പോപ്കോണും കാര്യങ്ങളൊന്നും മേടിച്ചില്ല. പകരം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ നോർമൽ ഒരു ഡയറി മിൽക്കോ അങ്ങനെ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ചേച്ചിയുടെ കയ്യിലുള്ളത് കേട്ടോ. പിന്നെ നമ്മളിതാ സീറ്റൊക്കെ നോക്കി തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. സീറ്റൊക്കെ നോക്കി ഇരിക്കാൻ പോവുകയാണ്. സിനിമ ഓൾമോസ്റ്റ് തുടങ്ങാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് മിസ്സിനാണ്, ഓൾമോസ്റ്റ് തുടങ്ങാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് മൂവിയാണ് കാണാൻ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ. നമ്മൾ സർവമായ എന്ന് പറഞ്ഞ മൂവിയാണ് കാണാൻ വന്നത്. ഇത് റിലീസ് ചെയ്ത് ഓൾമോസ്റ്റ് തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റേണ്ട സമയത്താണ് നമ്മൾ വന്ന് കാണുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് കഥയൊക്കെ ചെറുതായിട്ടൊക്കെ അറിഞ്ഞു. കഥ മീൻസ് സ്റ്റോറി ഭയങ്കര കാര്യമായിട്ടല്ല, കുറച്ചൊക്കെ അറിഞ്ഞു കേട്ടോ. അത് ഒരു ഗോസ്റ്റാണ് ആ മൂവിയിൽ. പേടിക്കേണ്ട ഗോസ്റ്റ് അല്ല, നല്ല പാവം ഗോസ്റ്റാണെന്നൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് വലിയ ഇതുപോലെ തോന്നിയില്ല. പക്ഷെ ലാസ്റ്റിൽ ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിവിൻ പോളിനെ എനിക്ക് ഇഷ്ടമുള്ള കാരണം നിവിൻ പോളിയുടെ ഒരുവിധം എല്ലാ മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. സോ ആളുടെ ഒരു എൻട്രി അടിപൊളിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല മൂവിയാണ്. പിന്നെ അതിലത്തെ ആക്ട്രസ് ആയാലും നല്ല മൂവിയാണ്. പിന്നെ അജു വർഗീസും നിവിൻ പോളിയും ഒക്കെ കൂടി ചേർന്നാൽ പിന്നെ പറയണ്ടല്ലോ, ചിരിച്ച് ചാവും. സോ അങ്ങനത്തെ ഒരു മൂവിയാണ് കേട്ടോ ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മൂവി. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും കാണാം. പിന്നെ എനിക്ക് തോന്നുന്നു OTT-യിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ തിയേറ്ററിൽ എന്തായാലും ഇപ്പോൾ മാറിയിട്ടുണ്ടാവും, കുറേ ആയി ഈ ഒരു മൂവി ഇറങ്ങിയിട്ട്.
പിന്നെ നമ്മൾ ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ പുറത്ത് പോയിട്ട് നമ്മൾ പോപ്കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചീസ് പോപ്കോൺ ആയിരുന്നു കേട്ടോ. എനിക്ക് ചീസ് പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. സോ അത് മേടിച്ചു. പിന്നെ എൻ്റെ വെഡ്ഡിങ്ങിൽ ആ സോങ്ങൊക്കെ ആ ഒരു ഫിലിമത്തെ സോങ് ആട്ടോ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ആ മൂവി കണ്ടു കഴിഞ്ഞ് ഇറങ്ങി അമ്മയും ചേച്ചിയും അച്ഛനും പോയി. അവർക്ക് എവിടെയോ അർജൻറ്റായിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ബോബാട്ടിയൊക്കെ കുടിച്ചു. ന്യൂട്ടല്ലയുടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് ചാവക്കാട്ടേക്ക്, അതായത് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി. പിന്നെ അതിനുശേഷം നമ്മൾ ഗുരുവായൂർ എത്തി. ട്രെൻഡ്സിൽ പോയി എൻ്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് എടുത്തു കേട്ടോ. അതായത് ഇതെനിക്ക് വിച്ചുവിൻ്റെ അമ്മയും അച്ഛനും എടുത്ത് തന്ന ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ട്രയൽ ആയിട്ട് ഒരു 3-4 ഡ്രസ്സ് ഇട്ട് നോക്കി. അതിൽ ഞാൻ 2 ഡ്രസ്സാണ് വാങ്ങിയത്. ഒന്ന് ഈ ഒരു ടോപ്പും അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു കുർത്തയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു നേവി ബ്ലൂ കളർ കുർത്തയാണ്. എനിക്ക് ഇങ്ങനത്തെ കുർത്ത ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ എന്താണാവോ അങ്ങനെ നേരെ ചാവക്കാട് എത്തിയപ്പോൾ ഇവിടെ ഒരു കേക്ക് എനിക്ക് കൊണ്ടുവന്നുണ്ട്. ഞാൻ എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ ചേച്ചി ഓട്ടോയിൽ നിന്ന് വന്ന് ഇറങ്ങി. കറക്റ്റ് ടൈം ആയിരുന്നു. അപ്പോഴേക്കും നോക്കിയപ്പോൾ അവിടെ അച്ഛൻ വേറെ കേക്ക് പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനായിട്ടോ. അപ്പോൾ ഇത് ഏത് കേക്ക്, ഇത് ആര് കൊടുന്ന കേക്കാന്ന് ആകെ കൺഫ്യൂഷനായി. പിന്നെ എനിക്ക് മനസ്സിലായി, കാരണം സെയിം പോലെ തന്നെയായിരുന്നു ലാസ്റ്റ് ടൈം വിച്ചുവിൻ്റെ വക ഒരു കേക്ക് ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഒരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അതേപോലെ തന്നെ അച്ഛൻ്റെ വക ഒരു കേക്ക് ഉണ്ട്, സെയിം വിച്ചുവിൻ്റെ വക ഒരു കേക്ക് ഉണ്ട്. വിച്ചുവിൻ്റെ വകയുള്ള കേക്കാണ് ആ ചേച്ചി കൊണ്ടുവന്ന് തന്നിട്ട് ഒരു സർപ്രൈസ് കേക്കായിരുന്നു. പക്ഷേ പകുതി വരെ സർപ്രൈസ് നിന്നുള്ളൂ, പകുതി എത്തിയപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം അച്ഛൻ തന്ന കേക്കാണ് കേട്ടോ കട്ട് ചെയ്തത്. അച്ഛൻ്റെയും അമ്മയുടെയും വകയുള്ള കേക്കാണ് കട്ട് ചെയ്തത്. നോർമലി കേക്ക് കട്ട് ചെയ്യുന്ന പോലെ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്കിൽ നിന്ന് ഞാനും കുക്കും കൂടി കട്ട് ചെയ്തു കേട്ടോ. കുക്ക് കട്ട് ചെയ്തില്ല, ഞാൻ ഒറ്റയ്ക്ക് കട്ട് ചെയ്തു. നോർമലി എൻ്റെ പറഞ്ഞാൽ ചേച്ചി ഉണ്ടാവാറില്ല, ചേച്ചി ദുബായിലാണ്. ഈ ഒരു ടൈം ചേച്ചി ഉണ്ട് നാട്ടിലെ, ചേച്ചി വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ വിച്ചു നിന്നില്ല. വിച്ചു നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് ക്യാമറ ഷൈ ഒക്കെ ഉള്ളൊരു കൂട്ടത്തിലാണ്. വിച്ചു അടുത്ത കേക്ക് കട്ട് ചെയ്യുമ്പോൾ നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാമെന്ന്, കാരണം ലാസ്റ്റ് ടൈം ഇതേപോലെ തന്നെയായിരുന്നു. ഞാനും അമ്മയും അച്ഛനും കുക്കും കൂടിയാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ ഒരു ചെറിയ പീസ് ഞാൻ കുക്കിന് കൊടുത്തു കേട്ടോ. എനിക്ക് എന്തോ ചെറിയ പീസ് കൊടുക്കാൻ തോന്നി, ഭയങ്കര ചെറിയ പീസ് കൊടുത്തു. പിന്നെ ഞാനിതാ ചേച്ചിക്ക് കേക്ക് കൊടുത്തു. എല്ലാവരും എനിക്കും കേക്ക് തന്നിട്ട് നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെക്സ്റ്റ് കേക്ക് ഇതാ വിച്ചു വന്ന കേക്ക്, വിച്ചുവിനും പിടിച്ച് നിർത്തി ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്. യെസ്, പിന്നെ കേക്ക് ഫാൻ ഒന്നുമല്ല ഞാൻ. എനിക്ക് കേക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. എന്നാലും 2 കേക്കിൽ നിന്ന് ഞാനൊരു കുഞ്ഞ് പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കേക്ക് ഇഷ്ടമാണോ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമല്ല. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സിലുള്ള കേക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വിച്ചുവിന് കേക്ക് കൊടുത്തപ്പോൾ വിച്ചു എനിക്ക് കേക്ക് തിരിച്ച് തന്നിട്ട് എൻ്റെ മുഖത്തൊക്കെ തേച്ചു കേട്ടോ. ഞാനാണെങ്കിൽ ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളൂ, അതാണ് ഞാൻ പറയണേ, ഇന്ന് ഞാൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് ഒരാൾ തേച്ചപ്പോൾ പിന്നെ എല്ലാവരും തേക്കലായി മുഖത്ത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ കേക്ക് മുഖത്ത് തേക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള കേക്കൊക്കെ നമ്മൾ തറവാട്ടിൽ കൊടുത്തു കേട്ടോ കുറച്ച്. പിന്നെ അതാ ചേച്ചിയുടെ ഗിഫ്റ്റാണ്. ചേച്ചി ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്രാവശ്യം എന്നല്ല, ചേച്ചി എല്ലാ പ്രാവശ്യം ഗിഫ്റ്റ് തരാറുണ്ട്. ഇപ്രാവശ്യം കയ്യിൽ നേരിട്ട് തന്നു. മുൻപൊക്കെ ദുബായിലൊക്കെ ആണെങ്കിൽ അച്ഛനല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ട് എനിക്ക് ഗിഫ്റ്റ് തരാറാണ് ചെയ്യാറുള്ളത് സർപ്രൈസായിട്ട്. ഇന്ന് എനിക്ക് തന്ന ഗിഫ്റ്റ് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടു, കാരണം ഡ്രസ്സായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, എനിക്ക് ഡ്രസ്സ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എനിക്ക് തന്നത് ഈ ഒരു ലൈറ്റ് പിങ്ക് കളർ ടോപ്പാണ്. ഇതൊരു ഷർട്ടാണ് കേട്ടോ. ആ ഒരു ഷർട്ടിന് ഫുൾ ഫ്രണ്ടിലൊക്കെ വർക്ക് വരുന്നുണ്ട്, ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ദെൻ ഒരു പലാസയാണ് വൈറ്റ് കളർ, അതിൻ്റെ സൈഡിലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സ്റ്റോണിൻ്റെ. ഇത് സുഡിയോന്ന് മേടിച്ചു എന്നാണ് പറഞ്ഞത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. 32 ആണ് എനിക്കെടുത്ത സൈസ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. പെർഫ്യൂം എൻ്റെ ജീവനാണ്. അങ്ങനെ അത് കുറച്ച് സ്പ്രേ ചെയ്തു കേട്ടോ. നല്ല സ്മെല്ലുള്ള പെർഫ്യൂമാണ്. പിന്നെ ഒരു നെയിൽ പോളിഷിൻ്റെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു, 4 നെയിൽ പോളിഷ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സെഞ്ചുറി അടിച്ചിട്ടുണ്ടാവുന്നു, കാരണം നെയിൽ പോളിഷ് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അപ്പോഴേക്കും വിച്ചുവിൻ്റെ അമ്മയും അച്ഛനും എടുത്ത് തന്ന ഡ്രസ്സ് ഞാൻ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് ചേച്ചി വീഡിയോ എടുത്തതാണ്. ഈ ഒരു ടോപ്പ് ഞാൻ ജീൻസിന് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. വിച്ചു അപ്പോഴേക്കും എന്തൊരു കോൾ വന്നപ്പോൾ പുറത്ത് പോയതാണ് കേട്ടോ. കണ്ടോ, വിച്ചു ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വിച്ചു നല്ല രീതിക്ക് ചിരിക്കുന്നുണ്ട്. വീഡിയോ എടുക്കണം കണ്ടു കഴിഞ്ഞാൽ വിച്ചുവിൻ്റെ ചിരിയൊക്കെ അങ്ങോട്ട് മായും കേട്ടോ. അല്ലാത്തപ്പോൾ വിച്ചിട്ട് ഭയങ്കര ചിരിയാണ്, ഭയങ്കര സംസാരമാണ് ഞങ്ങളോട് എല്ലാവരോടും കേട്ടോ. ഈ ഒരു കുർത്തയും അതുപോലെ തന്നെ ഇതിന് പെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ലെഗിൻസ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വൈറ്റ് കളർ, ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളർ ലെഗിൻസ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 32 തന്നെയാണ് ഞാൻ എടുത്ത സൈസ്. 30
8 ആണ് ടോപ്പിൻ്റെ സൈസ്, 30 സംതിങ് ആണ് പാൻറ്റിൻ്റെ സൈസ്. ഇതാണ് അച്ഛൻ്റെ അമ്മ എടുക്കുന്ന ഡ്രസ്സ്. അതിനുശേഷം നമ്മൾ അച്ഛൻ്റെ പിറന്നാളാണ് നാളെ. ഞങ്ങൾ തലേ ദിവസം പിറ്റേ ദിവസമാണ് കേട്ടോ. സോ അച്ഛന് നമ്മൾ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയും ചേച്ചിൻ്റെ വക ഷർട്ടാണ് കേട്ടോ. അച്ഛന് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ എല്ലാ ബർത്ത്ഡേക്കും അച്ഛന് ഷർട്ട് അല്ലെങ്കിൽ പാൻറ്റ് ആണ് കൂടുതലും വാങ്ങി കൊടുക്കാറുള്ളത്, മുണ്ട് കേട്ടോ. കാരണം അച്ഛന് കൂടുതലും വേറെ എന്ത് ഇതൊക്കെ തന്നെയാണ്. കേക്ക് പിന്നെ നമ്മൾ മേടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അത് പിന്നെ നാളെ മുറിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി അച്ഛനൊരു കേക്ക് മുറിച്ചു കേട്ടോ അച്ഛൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ നാളിൻ്റെ ദിവസം നടന്ന സംഭവങ്ങൾ കേട്ടോ. ഇതെൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് നടന്ന സംഭവങ്ങളാണ്. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്നല്ല, ഇത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ തലേ ദിവസം, അതായത് 23rd ഈവനിങ് ഓർ മോർണിംഗ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് എനിക്കൊരു കേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാംഗോ കേക്കാണ് കേട്ടോ, മാംഗോ ഫ്ലേവർ ഉള്ളത്. യെസ്, ഇവൾ ആരെന്ന് മനസ്സിലായിട്ടുണ്ടാവും. വീണയാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിലെ മാനേജറാണ്. ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് നമ്മൾ വിച്ചുവിൻ്റെ അടുത്തിരുന്നിട്ട് മുറിച്ചു. ഫസ്റ്റ് കേക്കാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് മുറിച്ചത് എൻ്റെ ബർത്ത്ഡേക്ക് 24th ബർത്ത്ഡേക്ക് ഫസ്റ്റ് മുറിച്ച കേക്ക് ഇതാണ് കേട്ടോ. വീണ കൊണ്ടുവന്ന കേക്കാണ്. അത് 23rd മുറിച്ചത്. കാരണം 23rd ഈവനിങ് നമ്മൾ കോഴിക്കോട് പോവാണ്. സോ 23rd ഈവനിങ് ആയപ്പോൾ നമ്മൾ സെക്കൻഡ് കേക്ക് മുറിച്ചു. ഈവനിങ് അല്ല, ഉച്ചയായപ്പോൾ നമ്മൾ സെക്കൻഡ് കേക്ക് മുറിച്ചു. ലിവ ബ്യൂട്ടി ലോഞ്ചിൻ്റെ വക കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയും ദിവ്യച്ചിൻ്റെയും ബർത്ത്ഡേ അടുത്തായതുകൊണ്ട് നമ്മൾ ഒരു കേക്കിൽ 2 പേരുടെ പേര് എഴുതിയിട്ട് മുറിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കേക്ക് മുറിച്ചു. മൂന്നാമത്തെ കേക്ക് 24th പുലർച്ചെ 12 മണിക്കാണ് മൂന്നാമത്തെ കേക്ക് മുറിക്കുന്നത്. അതും ഒരു സർപ്രൈസ് കേക്കായിരുന്നു. കിടന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കിടക്കുന്നിടത്ത് തന്നെ വിളിച്ച് എണീപ്പിച്ച് മുറിച്ചതാണ്. ഇതാണ് വിച്ചുവിൻ്റെ ഫസ്റ്റ് സർപ്രൈസിങ് കേക്ക്. രണ്ടാമത്തെ സർപ്രൈസിങ് കേക്ക് ചാവക്കാട് വെച്ച് മുറിച്ച ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കേക്കാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള എൻ്റെ ബർത്ത്ഡേ വെച്ച് നോക്കുമ്പോൾ 24th ബർത്ത്ഡേയിൽ ഞാൻ കട്ട് ചെയ്ത കേക്ക് 4 കേക്കാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. കേക്ക് ഇഷ്ടമില്ലെങ്കിലും കേക്ക് കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് വെച്ച് കേക്ക് മുറിച്ചപ്പോൾ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും, അമ്മച്ചനും അമ്മമ്മയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് ആഘോഷിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ബർത്ത്ഡേ. കാരണം മറക്കില്ല, അത്രയധികം കേക്കും കട്ട് ചെയ്ത് കുറേയധികം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ചെറിയമ്മയുടെയും മാനേജറൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ബർത്ത്ഡേയുടെ അന്ന് മോർണിംഗ് എടുത്ത ഒരു വീഡിയോ ആണ്. ഇതെനിക്ക് വിച്ചു എടുത്ത തന്ന സൽവാറാണ്. ഈ ഒരു സൽവാർ എവിടെ നിന്ന് എടുത്തതെന്ന് കുറേ പേര് ചോദിക്കണം കണ്ടു കമൻറ്റ് ബോക്സിൽ. ഇത് ഞാൻ കോഴിക്കോടുള്ള ലുലുന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3500 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്താണ്ടോ. എൻ്റെ അടുത്താണെങ്കിൽ ബ്ലാക്ക് കളർ സൽവാർ ഇല്ല. ഇത് ഫസ്റ്റ് സൽവാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുൾ ഹക്കോബ മെറ്റീരിയലാണ്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്ക് 24 വയസ്സായി. ബർത്ത്ഡേ എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.